നമസ്കാരം. ഞാൻ ലക്ഷ്മി കാണത്ത്. ഭാരതം ഇന്നും ഹിന്ദുരാഷ്ട്രമായി നിലനിൽക്കുന്നത് RSS എന്ന മഹാപ്രസ്ഥാനമുള്ളതുകൊണ്ട്, ഭാരതം ഹിന്ദുരാഷ്ട്രമായതുകൊണ്ടാണ് ഇന്നും മതേതരമായി നിലനിൽക്കുന്നത്. RSSനെ മനസ്സിലാക്കിയ RSSകാരല്ലാത്തവർ RSS എന്ന മഹാപ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നത് ഒന്ന് കേട്ടുനോക്കൂ. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ആ സംഘടന നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കണ്ടു. അതിനകത്ത് വലിയ അപാകത ഒന്നും തോന്നുന്നില്ല. ഇതാണ് RSS എങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ആളുകളുടെ കൂടിയാണ്. ഈ RSSകാരെ കുറിച്ചൊക്കെ ഞങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ വേറെ കഥകളാണ്. ഒരു നാടിനെ നന്നാക്കാൻ വേണ്ടി അഹോരാത്രം ഒരു വ്യക്തിപരമായിട്ടുള്ള സ്വാർത്ഥതയ്ക്കും ഇടം കൊടുക്കാതെ പ്രവർത്തിക്കുന്ന ഈ സംഘത്തിന് എന്റെ പ്രണാമം. ഈ സംഘത്തിലെ ഒരു വിഭാഗം പ്രവർത്തകർ, വോളണ്ടിയേഴ്സ്, അവരുടെ ജീവിതം തന്നെ ഇതിലേക്ക് വേണ്ടി അർപ്പിച്ച് ജീവിക്കുന്നവരാണ് എന്നറിയുന്നതൊക്കെ വളരെ പുതിയൊരു ഇൻഫർമേഷനാണ്. ഇത്രയ്ക്കും മഹത്തരമായിട്ടുള്ള അവരുടെ സേവനം. ഞാൻ പറഞ്ഞു, ഇവരൊക്കെ ശരിക്കും പറഞ്ഞ ഇവരെയൊക്കെ നമ്മൾ വിശുദ്ധന്മാരെന്നല്ലേ വിളിക്കേണ്ടത്. കാരണം സ്വന്തം ജീവിതം ഒരു ലൗകികമായിട്ടുള്ള ഒരു കാര്യത്തിനും വേണ്ടി പ്രയോഗിക്കാതെ ഒരു വിവാഹ ജീവിതം പോലും ഉപേക്ഷിച്ച് ഇതിനു വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞത് അതെന്തിനു വേണ്ടി? അവർക്ക് വേണ്ടിയിട്ടില്ല, മനുഷ്യരുടെ നന്മയ്ക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാരതത്തിലെ ഓരോ മനുഷ്യന്റെയും നന്മയ്ക്ക് വേണ്ടിയാണ് അഹോരാത്രം അവർ പ്രവർത്തിക്കുന്നത്. അവരുടെ മുമ്പിൽ എന്റെ പ്രണാമം. പെഹൽഗാമിൽ ഭാരതീയരെ മതം ചോദിച്ചു കൊന്നപ്പോൾ നമ്മൾ എല്ലാവരും ജാതി മത ഭേദമന്യേ ഭാരതമെന്ന വികാരത്തിനോടൊപ്പം നിന്നു. പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളിലുള്ള എംപിമാരടക്കം ഭാരതത്തിനു വേണ്ടി ലോകരാജ്യങ്ങളിൽ പോയി സംസാരിക്കുന്നു. അപ്പോൾ മാത്രമല്ല ഭാരതമെന്ന വികാരം നമ്മളിൽ ഉണ്ടാകേണ്ടത്. സദാസമയവും ഭാരതം എന്ന വികാരം നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെ സർവദാ ഭാരതമെന്ന വികാരത്തിനു വേണ്ടി, ഭാരതമെന്ന വിശ്വാസത്തിനു വേണ്ടി, ഭാരതമെന്ന ആശയത്തിനു വേണ്ടി ജീവിക്കുന്ന RSS എന്ന മഹാപ്രസ്ഥാനത്തെക്കുറിച്ച് ഹിന്ദുക്കളും അഹിന്ദുക്കളുമായ RSSകാരല്ലാത്തവർ പറയുന്നത് എല്ലാ ഭാരതീയരും കേൾക്കേണ്ടതാണ്.